നമസ്തേ. 30/1/2025 വ്യാഴാഴ്ചത്തെ നക്ഷത്രഫലം. എൻ്റെ വീഡിയോ തുടർച്ചയായി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്കിടയിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് അത് കയറി വരികയുള്ളൂ. കിട്ടുന്നില്ല എന്ന് ഒരു മെസ്സേജ് ചെയ്തിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എല്ലാവരും എന്തെങ്കിലും കമൻറ്റ് എല്ലാവരും ചെയ്യുക. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം തുടങ്ങിയ ഡീറ്റെയിൽസ് മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം. മേടം രാശിക്ക് ശുഭകരമാണ്. ചിങ്ങം, തുലാം, കുംഭം, മീനം രാശികൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. കർക്കിടകം, കന്നി, വൃശ്ചികം, ധനു, മകരം രാശിക്കാർക്ക് ദോഷമാണ്. ഇടവം, മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമാണ്. ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ്, ചാരഫലമാണ്. നന്നായി നാമം ജപിച്ചാൽ അല്ലെങ്കിൽ ഈശ്വരാരാധന നടത്തിയാൽ ഞാൻ ഈ പറയുന്ന ദോഷങ്ങൾക്കൊക്കെ പരിഹാരമുള്ളത് തന്നെ ആണ്. ജാതക ദോഷങ്ങൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും പരിഹാരം വേണമെങ്കിൽ അത് ജാതകം നോക്കി തന്നെ ചെയ്യണം. അപ്പം അതുകൊണ്ടാണ് ഞാൻ പരിഹാര കർമ്മങ്ങൾ പ്രത്യേകമായിട്ട് പറയാത്തത്. നമുക്ക് നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നോക്കാം. മേടം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശി. മേടം രാശിക്ക് ശുഭമാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരല്പം അലസതയൊക്കെ കാണിക്കുന്നൊഴികെ ബാക്കി വലിയ പ്രശ്നങ്ങളില്ല. മറ്റുള്ളവരിൽ നിന്ന് സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. കുടുംബജീവിതത്തിൽ സ്വസ്ഥയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാകും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അനുകൂലമാണ്. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമാണ്. ഭൂമി സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായിരിക്കും. ബന്ധുക്കൾ പൊതുവെ അനുകൂലമായിരിക്കും. പൊതുവെ മേടം രാശിക്ക് അനുകൂലമാണ്. ഒരു അലസത ഒഴിവാക്കാൻ ശ്രമിച്ചാൽ. ഇനി ഇടവൻ രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശിക്ക് കഠിന ദോഷം തന്നെയാണ്. ഈ അലങ്കാര വസ്തുക്കളുടെ വിപണനമൊക്കെ നടത്തുന്നവർക്ക് തൊഴിൽപരമായി അല്പം നേട്ടങ്ങൾ ഉണ്ടാകാം. ജീവിത പങ്കാളി ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. വാഹന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും അല്പം നേട്ടമൊക്കെ ഉണ്ടാകും. പൊതുവെ തൊഴിൽ രംഗത്തൊക്കെ അനുകൂലമല്ലാത്ത അവസ്ഥയാണ്. തൊഴിലാളികളോ മറ്റ് ജീവനക്കാരൊക്കെ ആയിട്ട് കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാം. അതേപോലെ അലസതയും ആത്മവിശ്വാസക്കുറവും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും ഒട്ടും അനുകൂലമല്ല. അലസത, മടി ഒക്കെ അവർക്ക് അനുഭവപ്പെടും. ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ്. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമല്ല. സഹോദര സ്ഥാനീയരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മിഥുനം, മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. സുഹൃത്തുക്കൾ അനുകൂലമാണ്. വാക്കുകൾ വളരെ ശ്രദ്ധിച്ചുപയോഗിക്കുന്നുവെങ്കിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ്. എന്നാൽ അലസത, മടി, ആത്മവിശ്വാസക്കുറവൊക്കെ പിന്തുടരും. സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. അതേപോലെ ശത്രുദോഷം കാര്യമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. ജീവിത പങ്കാളിയുമായും ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കർക്കിടകം രാശിക്കാർക്ക് ദോഷമാണ്. പ്രത്യേകിച്ച് സഹോദര സ്ഥാനീയരുമായിട്ട് സംസാരിക്കുകയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് തൊഴിലാളികളൊക്കെ ആയിട്ട് സംസാരിക്കേണ്ടി വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയം
ആണ്. എന്നാൽ ഈശ്വരാധീനമുള്ള സമയമായതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. എന്തിനും ഒരാത്മശക്തി ലഭിക്കുകയും ചെയ്യും. ആരോഗ്യകരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കും. എങ്കിലും കർക്കിടകം രാശിക്ക് ദോഷമായിരിക്കും കൂടുതൽ. ഇനി ചിങ്ങം, മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്ക് കഠിന ദോഷത്തിൽ നിന്നൊരു മാറ്റം വന്നിട്ടുണ്ട്. ഗുണദോഷ സമ്മിശ്രമായ ഒരവസ്ഥയിലേക്ക് ചിങ്ങം രാശി ഈ ദിവസം വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പോലും ഈ അലസതയും ആത്മവിശ്വാസക്കുറവുമൊക്കെ ചിങ്ങം രാശിക്കാർക്കുണ്ടാകും. എല്ലാ കാര്യത്തിലും ഒരു സംശയമൊക്കെ ഉണ്ടാവും. എങ്കിലും സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കും. അതേപോലെ ആരോഗ്യകാര്യമൊക്കെ മേന്മ ഉണ്ടാകും. ശത്രുദോഷത്തിനൊക്കെ ഒരു കുറവ് വരും. ഭൂമി സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. സുഹൃത്തുക്കൾ അനുകൂലമാണ്. സ്റ്റേഷനറി ഐറ്റംസൊക്കെ കച്ചവടം ചെയ്യുന്നവർക്ക്, ബിസിനസ് ചെയ്യുന്നവർക്ക്, അലങ്കാര വസ്തുക്കളുടെ വിപണനം, വള, മാല തുടങ്ങിയ അങ്ങനെയുള്ള കാര്യങ്ങൾ, പെയിൻറ്റിങ് തുടങ്ങിയ കാര്യങ്ങൾ, ഇങ്ങനെ അലങ്കാര വസ്തുക്കളുടെ വിപണനമൊക്കെ നടത്തുന്നവർക്ക് പൊതുവെ ഗുണകരമായിരിക്കും. എന്നാൽ ഈ ചിങ്ങൻ രാശിക്കാർക്കും ആത്മവിശ്വാസക്കുറവുണ്ടാകും. ദൈവാധീനം വളരെ കുറവുള്ളൊരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് അത്ര വലിയ അനുകൂലമൊന്നുമല്ല. മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. കന്നി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം. കന്നി രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും ദൈവാധീനമുള്ളൊരു ദിവസമാണ്. തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമായിരിക്കില്ല. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നഷ്ടം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. സുഹൃത്തുക്കൾ അനുകൂലമാണ്. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥയുണ്ടാകും. തൊഴിൽ രംഗത്ത് പ്രയാസങ്ങളുണ്ടാവും. ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാകും. തുലാം രാശി, ചിത്ര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിയെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ്. ഒരാത്മവിശ്വാസമൊക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാകും. അലസതയൊക്കെ മാറ്റിവെച്ച് കർമ്മരംഗത്ത് വ്യാപൃതരാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. സുഹൃത്തുക്കളിൽ നിന്നുള്ള സഹായമൊക്കെ കിട്ടും. എന്നാൽ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശത്രുദോഷം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കണ്ടുവേണം മുന്നോട്ട് പോകാൻ. ദൈവാധീനം വളരെ കുറഞ്ഞ ദിവസമാണ്. തൊഴിൽ രംഗത്ത് തൊഴിലാളികളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസം, കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഒക്കെ ഉണ്ടാകാം. എന്നാൽ മാതൃപിതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും. വൃശ്ചികം, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട നക്ഷത്രം. വൃശ്ചികക്കൂറുകാർക്ക് ദോഷമാണ്. എങ്കിലും അവർക്ക് ജീവിത പങ്കാളിൽ നിന്ന് അനുകൂലമായൊരു സമീപനം ഉണ്ടാകും. കാരണം ദൈവാധീനമുള്ളൊരു സമയമാണ്. അലസതയും മടിയുമൊക്കെ ഉണ്ടാകും. അതൊക്കെ മാറ്റിവെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയരോടൊക്കെ സംസാരിക്കുമ്പോൾ, സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു അകലം അല്ലെങ്കിൽ ഒരു അകലം പാലിക്കുക. തൊഴിൽ രംഗത്ത് കുറച്ച് സംയമനം പാലിക്കേണ്ട സമയം കൂടെയാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല. അലസതയും മടിയുമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്ക് ആ കഠിന ദോഷം ഒന്ന് മാറിയിട്ടുണ്ട്. ദോഷം എന്ന അവസ്ഥയിലേക്കാണ്. കഠിന ദോഷം മാറിയിട്ട് ദോഷം എന്ന അവസ്ഥയിലാണ് ഈ ദിവസം വരിക. ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ അവസ്ഥയൊക്കെ ഉണ്ടാവും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. സുഹൃത്തുക്കൾക്ക് അനുകൂലമാണ്. തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാവും. എങ്കിലും ദോഷം തന്നെയായിരിക്കും കൂടുതൽ. അലസത, മടി, ആത്മവിശ്വാസക്കുറവൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കും. സഹോദര സ്ഥാനീയരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കും. ഈശ്വരാധീനം കുറയുന്ന ഒരു സമയമായതുകൊണ്ട് സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവപ്പെടും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടാകും. അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. മകരം, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. മകരം രാശിക്ക് ദോഷകരമാണ്. എങ്കിലും ദൈവാധീനമുള്ളതാണ്. കുടുംബത്തിൽ ഒരു സ്വസ്ഥയും സമാധാനമൊക്കെ കുറയുന്ന സമയമാണെങ്കിലും
ജീവിത പങ്കാളിയിൽ നിന്ന് ഒരു ചെറിയ അനുകൂലാവസ്ഥയൊക്കെ ഉണ്ടാകും. അലർജി സംബന്ധമായ രോഗമൊക്കെ ഉള്ളവരാണെങ്കിൽ മകരം രാശിക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഒരു എല്ലാ കാര്യത്തിലും ഒരു സംശയവും ആത്മവിശ്വാസക്കുറവും ശക്തിക്കുറവും ഒക്കെ അനുഭവപ്പെടുന്ന സമയമാണ്. സഹോദര സ്ഥാനീയരിൽ നിന്നും ഒരകൽച്ച ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ദിവസമുണ്ട്. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നഷ്ടം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആരോഗ്യ കാര്യങ്ങൾ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല. പ്രത്യേകിച്ച് തലവേദന, നേത്രരോഗങ്ങൾ, കർണരോഗങ്ങളൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട് കൂടുതലുള്ളൊരു ദിവസമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമൊന്നുമല്ല, സുഹൃത്തുക്കൾ അനുകൂലമല്ല. വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കേണ്ട ഒരു ദിവസമാണ്, തൊഴിൽ രംഗത്ത് പ്രത്യേകിച്ച്. കുംഭം, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. എല്ലാ കാര്യത്തിലും ഒരു ആത്മവിശ്വാസമൊക്കെ നിഴലിക്കും. അലസതയൊക്കെ മാറിയിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള ആത്മവിശ്വാസം ഉണ്ടാകും. എന്നാൽ ദൈവാധീനം കുറവുള്ള സമയമായതുകൊണ്ട് എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങളുണ്ടാകും. മീനം, പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആത്മവിശ്വാസക്കുറവ്, സുഹൃത്തുക്കളിൽ നിന്നും അനുകൂലമല്ലാത്ത അവസ്ഥ, ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ട്. തൊഴിൽ രംഗത്ത് അനുകൂലമല്ല. ഈശ്വരാധീനം കുറയുന്ന സമയമാണ്. എല്ലാവരും ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് ദോഷങ്ങളെ മാറ്റുക. എല്ലാവർക്കും നമസ്തേ.